സകല ജനപദങ്ങളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ച ഏക സ്ത്രീജന്മം പരിശുദ്ധ മറിയത്തിൻ്റെതാണ്. എന്തുകൊണ്ട് അവൾ ഭാഗ്യവതിയായി? ഈ ഭാഗ്യവതിയായ മറിയത്തെ തിരിച്ചറിയാൻ, അവളിലൂടെ അവളുടെ ദൈവകുമാരനെ തിരിച്ചറിയാൻ എല്ലാ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് തൻ്റെ ജീവിതത്തിൽ വരുവാൻ, അവളുടെ ജീവിതത്തിൽ രൂപം ധരിക്കാൻ അവൾ അവസരം കൊടുത്തു എന്നതാണ് അവളെ ഭാഗ്യവതിയാക്കിയത്. പൂ പോലെ മൃദുലമായ, തേൻ പോലെ മധുരമായ അവളുടെ ജീവിതത്തിലേക്ക് സ്വർഗകുമാരൻ മകനായി ജനിച്ചു. AD 431 എഫേസോസ് സുനഹദോസിൽ വെച്ച് അവളുടെ ദൈവമാതൃത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ എന്നും നമ്മോട് കൂടെയുണ്ട്. അവളെ സ്നേഹിക്കാൻ അവൾ തന്നെ അനുവാദം തന്നിരിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപിതാവിന് അവൾ സ്വയം സമർപ്പിച്ചതുമൂലം ദൈവപിതാവ് സകല ജനപദങ്ങളുടെയും അമ്മയായി ഈ ലോകത്തിന് അവളെ നൽകി. ഈ അമ്മയെ നമുക്ക് അമ്മേ എന്ന് വിളിക്കാം. ഏറ്റവും സ്നേഹത്തോടെ അവളുടെ അപദാനങ്ങൾ നമുക്ക് കീർത്തിക്കാം. കന്മലസുമമേ നറുതേൻ കൊടമേ സ്വർഗകുമാരനെ പെറ്റു വളർത്തിയ നിർവൃതി തന്നിറകൊടമേ. കന്മലസുമമേ നറുതേൻ കൊടമേ സ്വർഗകുമാരനെ പെറ്റു വളർത്തിയ ഉണ്ണീശോയെ തൻ്റെ മടിയിലിരുത്തി സംരക്ഷിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളും ഈശോയുടെ ഇരിപ്പിടങ്ങളാകുവാൻ തക്കവിധം ദൈവത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗകുമാരനെ പെറ്റു വളർത്തിയ നിർവൃതി തന്നിറകൊടമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ മുള്ളുകൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന പുഷ്പം പോലെ സ്വർഗത്തോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. കന്യകേ നിൻ മടിത്തട്ടിലെന്നും ഞങ്ങൾക്കിരിക്കാൻ ഇടം തരില്ലേ. കന്യകേ നിൻ മടിത്തട്ടിലെന്നും ഞങ്ങൾക്കിരിക്കാൻ ഇടം തരില്ലേ. മുള്ളുകൾ
സ്വർഗകുമാരനെ പെറ്റു വളർത്തിയ നിർവൃതി തൻ നിറകുടമേ. പരിശുദ്ധ കന്യാമാതാവിൻ്റെ പ്രത്യേകമായ സഹായം തേടുന്ന ഈ നല്ല നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരിക്കൽ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിക്ക് ഒരു ദർശനം ലഭിച്ചു. അതിപ്രകാരമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ഒരു ഗോവണി സ്വർഗത്തിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. താഴെ വന്ന് അത് നിലത്തുറച്ച സമയത്ത് അദ്ദേഹം അത് നോക്കാൻ തുടങ്ങി. മുകളിലോട്ട് നോക്കി അങ്ങ് ചെല്ലുമ്പം ഏറ്റവും അറ്റത്ത് ഒരു സ്ത്രീരൂപം നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. പ്രകാശം വിതറിക്കൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീ പരിശുദ്ധ കന്യകാമാതാവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്ബോധ്യം കടന്നു വരുന്നത്. മറിയമാണ് സ്വർഗത്തിൻ്റെ വാതിൽ. അവളെ കൂടാതെ സ്വർഗത്തിലേക്ക് നമുക്കാർക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൻ്റെ വാതിലാണ്. അമ്മയെ കൂടാതെ ഫ്രാൻസിസിൻ്റെ ദർശനത്തിലെന്നതുപോലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക നമുക്കും ആർക്കും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മ നമ്മളെ ഓരോരുത്തരെയും കാത്ത് സ്വർഗത്തിൻ്റെ വാതിലിൽ നിലയുറപ്പിച്ചിട്ട് എത്രയോ വർഷങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ഓരോ കുഞ്ഞും തൻ്റെ അരികിലേക്ക് വരാൻ വേണ്ടി അവൾ കാത്തു നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഗോവണി മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കപ്പെട്ടിട്ടുമുണ്ട്. വിശുദ്ധ ജോൺ ഡമീഷ്യസിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: പറുദീസ ഞങ്ങൾ അടച്ചു, നീ അത് വീണ്ടും ഞങ്ങൾക്കായി തുറന്നു. ജീവനിലേക്കുള്ള പാലമാണ് നീ, സ്വർഗത്തിലേക്കുള്ള ഗോവണിയും. പ്രിയപ്പെട്ടവരെ, അടഞ്ഞുപോയ ആ പറുദീസ തുറക്കാൻ വേണ്ടി രണ്ടാമത്തെ ഹൗവയായ മറിയം അനുസരണത്തിൻ്റെ വഴിയിലൂടെ നമുക്കത് ക്രമീകരിച്ച് തരികയാണ്. ആദ്യത്തെ ഹൗവ അനുസരണക്കേട് വഴിയാണ് അത് അടച്ചതെങ്കിൽ, അവിശ്വാസം വഴിയാണ് പറുദീസയുടെ വാതിൽ അടയ്ക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ ഹൗവ അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വഴിയിലൂടെ അത് ദൈവമക്കൾക്ക് വേണ്ടി വീണ്ടും തുറന്നു തരുന്ന അനുഭവങ്ങളാണ്. കാലാകാലഘട്ടങ്ങളിലെ വിശുദ്ധന്മാരെല്ലാവരും ഈ ഒരു മഹനീയമായ സത്യത്തെ തിരുസഭയുടെ മുമ്പിൽ, ദൈവമക്കളുടെ മുമ്പിൽ വളരെ ശക്തമായി ഉന്നയിച്ചൊരു കാര്യമാണ്. പരിശുദ്ധ മറിയമാണ് ഗോവണിയെന്നും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിലായി നിൽക്കുന്നുവെന്നും. അതുകൊണ്ടാണല്ലോ നൂറ്റാണ്ടുകളായി നമ്മളെല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, സ്വർഗത്തിൻ്റെ വാതിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന്. വിശുദ്ധ ബെനവഞ്ചർ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക: മറിയമാണ് സ്വർഗത്തിൻ്റെ വാതിൽ, അതിലൂടെ അല്ലാതെ ആർക്കും പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മറിയം സ്വർഗത്തിൻ്റെ വാതിലായി തീരുന്നത്? ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം ഈ ഭൂമിയെ രക്ഷിക്കാനായൊരു തീരുമാനമെടുക്കുമ്പോൾ പാപത്തിൻ്റെ പഴയ അവസ്ഥകളെ നീക്കി ഒരു പുതിയ സൃഷ്ടി ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ് പിതാവായ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അതുമാത്രമല്ല, പുത്രനായ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് വിടാൻ വേണ്ടി ഏറ്റവും യോജിച്ചൊരു വ്യക്തിയായിട്ട് സ്വർഗീയ പിതാവ് കാണുന്നത് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്. പരിശുദ്ധ കന്യകയിലൂടെയാണ് പുത്രനായ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരാൻ ദൈവപിതാവ് ഇടയാക്കിയത് എന്നുള്ളത് തന്നെയാണ് മറിയം ഗോവണിയായി തീരുന്നതിൻ്റെ, സ്വർഗത്തിൻ്റെ വാതിലായി തീരുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് നിൽക്കുന്നത്. ഈശോ ഈ ഭൂമിയിലേക്ക് വരാൻ അവളൊരു വഴിയായി തീർന്നുവെങ്കിൽ, നാം ഇനി യേശുവിലേക്ക് കടന്നു ചെല്ലാനും അവളൊരു വഴിയായിട്ട് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈശോയുടെ ഹൃദയം തുറക്കപ്പെട്ടപ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് മറ്റൊരു ഹൃദയം കുത്തി തുറക്കപ്പെട്ടൊരനുഭവം, വാളുകൊണ്ട് തകർക്കപ്പെട്ട ഒരനുഭവം, വ്യാകുലവാളിൻ്റെ ഒരു അനുഭവം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ തന്നെയാണ് യേശുവാകുന്ന ഹൃദയത്തിലേക്ക്, അതുവഴി സ്വർഗത്തിൻ്റെ ഒരു സിംഹാസനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുക. വാഴ്ത്തപ്പെട്ട കാർഡിനൽ ന്യൂമാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു അനുഭവത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: അവൾ എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ വാതിലായി തീരുന്നതെന്ന്. ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ദൈവപിതാവ് കാരണമാക്കിയത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും യേശുവിലേക്ക് അമ്മ വഴി കടന്നു ചെല്ലണമെന്ന് പറയുമ്പോൾ
അദ്ദേഹം ഈ കാലഘട്ടത്തെയും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: മറിയം സ്വർഗത്തിൻ്റെ വാതിലിലേക്ക് നോക്കുവാൻ നമ്മളെയെല്ലാം പ്രേരിപ്പിച്ചുകൊണ്ട് 1917 ഫാത്തിമയിൽ നിന്ന് മറിയം നമ്മളെ വിളിച്ചു. നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് നോക്കുവാൻ വേണ്ടി, നമ്മുടെ കാതുകൾ സ്വർഗത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കാൻ വേണ്ടി അവൾ നമ്മളെ വിളിക്കുകയാണ് ഫാത്തിമയിൽ നിന്ന് എന്നാണ് വാഴ്ത്തപ്പെട്ട ഹെൻറി ന്യൂമാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൻ്റെ സ്വരം കേൾക്കാനും സ്വർഗത്തിൻ്റെക്ക് കണ്ണുകൾ ഉയർത്താനും വേണ്ടിയുള്ളൊരു ക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ക്ഷണത്തിൽ നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്? ഈ ഭൂമിക്ക് വേണ്ടി മാത്രം ജീവിച്ചു പോകുന്ന ഒരു ജീവിതത്തിൻ്റെ വലിയ തിരക്ക് നിറഞ്ഞ സാഹചര്യത്തിലാണ് അമ്മ വിളിക്കുക: മക്കളെ, സ്വർഗമുണ്ട്, സ്വർഗത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളൊരു ചിന്തയുമായിട്ട്. സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന മറിയം ആ വാതിലിലേക്ക് കടന്നു വരാനുള്ള ഒരു ജീവിത വഴി നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ആർക്കും എളുപ്പത്തിൽ കടന്നുകൂടാൻ പറ്റുന്ന ഒരിടമല്ല. പക്ഷേ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശക്തമായൊരു സഹായം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വഴിയിലൂടെ കടന്നു വരാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ബലവാന്മാർ ബലം പ്രയോഗിച്ച് സ്വർഗരാജ്യം കൈയടക്കുന്നുവെന്ന്. ഇവിടെ സഹായത്തിനായ ഒരു അമ്മയുള്ളതുകൊണ്ട് നിശ്ചയമായും ഒന്ന് കൈനീട്ടിയാൽ, ഒന്ന് വിളിച്ചാൽ ജീവിതത്തിൻ്റെ വഴികളെ ഒന്ന് ക്രമപ്പെടുത്താനായിട്ട് അമ്മ നിശ്ചയമായിട്ടും സഹായിക്കും. വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെക്കുന്ന വലിയൊരു അനുഭവം ഇതാണ്. പരിശുദ്ധ കന്യാമറിയത്തെ ഒരുപാട് സ്നേഹിച്ച ഒരു വിശുദ്ധനായിരുന്നല്ലോ വിശുദ്ധ ജോൺ മരിയ വിയാനി. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാം. എല്ലാ വിശുദ്ധർക്കും പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തിയാണ്. അവളുടെ കരങ്ങളിലൂടെ അല്ലാതെ യാതൊരു കൃപയും ദൈവം ആർക്കും നൽകുന്നില്ല. വാതിൽ കാവൽക്കാരനോട് സംസാരിക്കാതെ വീട്ടിനുള്ളിലേക്ക് പോകാൻ ആർക്കും കഴിയുകയില്ലല്ലോ. അതെ, പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിൻ്റെ വാതിൽ കാവൽക്കാരിയാണ്. വളരെ വ്യക്തമായിട്ട് അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ ഈ ഒരു സത്യം വ്യക്തമായി മുമ്പിലെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഓർക്കാം, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നമ്മളെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളതും അമ്മ പറയുന്നത് പോലെ ജീവിക്കാനായി ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അമ്മയ്ക്ക് എപ്പോഴും പറയാനുള്ളൊരു വാക്കാണ്: മകൻ പറയുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളത്. അവൻ പറയുന്നത് പോലെ ചെയ്യാൻ, ആ വചനമനുസരിച്ചൊരു ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് അമ്മ പരിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ഒരു ചെറിയ കാര്യത്തിലൂടെ സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിലേക്ക് കൊണ്ടുപോകാനാണ് അമ്മയുടെ ശ്രമം. അമ്മ എന്താ പറയുക? മക്കളെ, പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധ ജപമാലയിലൂടെ സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിലേക്ക് കടന്നു കയറി എത്രയോ വിശുദ്ധാത്മാക്കളാണുള്ളത്. കൊച്ചു ഫ്രാൻസിസിൻ്റെയും ജസീന്തയുടെയും ലൂസിയുടെയും മുമ്പിൽ പരിശുദ്ധമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ അവരോടെല്ലാം പറഞ്ഞൊരു വാക്കുണ്ട്. ആ മക്കളുടെ ഒരു വലിയൊരു താല്പര്യം ഇതായിരുന്നു: ഞങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് അറിയണം. അങ്ങനെ ലൂസി ചോദിക്കുന്ന സമയത്ത് ലൂസിയോട് മാതാവ് പറഞ്ഞു: നീ സ്വർഗത്തിൽ പോകും. ജസീന്തയോ എന്ന് ചോദിച്ചപ്പോൾ ജസീന്തയും സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഫ്രാൻസിസിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനൊരു കാര്യം ഒരു പോസ് കൊടുത്തിട്ടാണ് അമ്മ പറയുന്നത്. അതായത് ഫ്രാൻസിസും പോകും, പക്ഷേ അവൻ ഇനിയും ധാരാളം ജപമാലകൾ ചൊല്ലണം. വെറും 9 വയസ്സുകാരൻ്റെ കാര്യത്തിലാണ് പരിശുദ്ധ അമ്മ അപ്രകാരം ഒരു കാര്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിഴൽ വിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ സഹായം ജപമാലയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈശോയുടെ ജീവിത രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ യേശുവിലൂടെ കടന്നു വരുന്ന രക്ഷയുടെ അനുഭവത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. ഇപ്രകാരമാണ് വിശുദ്ധ സിയന്നയിലെ ബെർണാഡിൻ പറയുന്നത്: എല്ലാ കൃപകളും 3 സ്റ്റെപ്പുകളിലൂടെ വരുന്നു. പിതാവിൽ നിന്ന് ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധ കന്യകാമറിയത്തിലേക്ക്, പരിശുദ്ധ കന്യകാമറിയം വഴി നമ്മൾ ഓരോരുത്തരിലേക്കും. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ജപമാല എടുത്ത് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഈ ഒരേ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു സന്യാസ സഭയിലെ 2 സഹോദരങ്ങൾ അവർ ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതിലൊരാൾ പെട്ടെന്ന് രോഗിയായി തീർന്നു. അങ്ങനെ മരണത്തോടടുക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥനയും ഒക്കെ ആയിട്ടാണ് അവർ കടന്നു പോകുന്നത്. പക്ഷേ ഒരു ദിവസം മറ്റേ ബ്രദർ സഹായിക്കാനുണ്ടായിരുന്ന ആ സഹോദരൻ പുറത്തേക്ക് പോയ സമയത്ത് ഈ സഹോദരൻ തന്നെ ഇങ്ങനെ കട്ടിലിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു കാഴ്ച കാണുന്ന ഇപ്രകാരമാണ്: 2
ദുഷ്ടാരൂപികൾ ഈ മുറിയുടെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും വന്നു നിന്നുകൊണ്ട് വളരെ ശക്തമായിട്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നത് സഹോദരൻ കേൾക്കുന്നത് ഇപ്രകാരമാണ്: നാളെ 3 മണിയാകുമ്പോഴേക്കും നിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ വരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സ്വരം ഈ സഹോദരൻ കേൾക്കാനിടയായി. അതൊരു സ്ത്രീ സ്വരമായിരുന്നു. ഇങ്ങനെയാണ് പറയുന്നത്: ജയിക്കാനായിട്ട് വരട്ടെ, ഞാൻ അവന് ഇന്ന് തന്നെ നല്ല ഉപദേശം നൽകും. അതുവഴിയായി ആ ആത്മാവിനെ ഞാൻ സ്വന്തമാക്കും. അവൻ നല്ല കുമ്പസാരം കഴിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് അവൻ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, ആ സ്വരം മറ്റാരുടേതുമായിരുന്നില്ല, പരിശുദ്ധ അമ്മയുടേതായിരുന്നു. പരിശുദ്ധ അമ്മ അന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ല ഉപദേശം നൽകി, അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞിട്ട് നല്ലൊരു വിശുദ്ധ കുമ്പസാരം അദ്ദേഹം കഴിക്കാനിടയായി. അങ്ങനെ കൃപയിലേക്ക് കടന്നു വരാനിടയായി. കാരണം ആ മകൻ്റെ ഒരു ജീവിതത്തിൽ വന്ന സംഭവം ഇതാണ്: റിലീജിയസ് ലൈഫിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് വളരെ പാവകരമായൊരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതിനുശേഷം തൻ്റെ ജീവിതമൊക്കെ വിശുദ്ധീകരിച്ചിരുന്നുവെങ്കിലും ആ ഒരു കാര്യത്തെ, ആ പഴയ കാലത്തെ എടുത്തു കാട്ടിക്കൊണ്ടാണ് പിശാചുക്കളെ യഥാർത്ഥത്തിൽ ഈ മരണസമയത്ത് കടന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ആ ഇടപാടിലാണ് പരിശുദ്ധ അമ്മ ശക്തമായിട്ട് കടന്നു വരുന്നതും ഈ മകനെ മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്ക് നയിച്ച് സ്വർഗത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നത്. കൂദാശകളനുസരിച്ചുള്ളൊരു ജീവിതം സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ഭാഗധേയമാണെന്ന് പരിശുദ്ധ അമ്മ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. വചനത്തിൻ്റെ ശക്തിയിലൂടെയുള്ള യാത്ര ഈ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവൾ പറയുന്നതനുസരിച്ചും നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന മറിയത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുത്ത് ആ വാതിലിലൂടെ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിതം നമ്മൾ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാനിടയാകട്ടെ. സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന നമ്മുടെ അമ്മയുടെ സഹായം ഹൃദ്യമായിട്ടൊന്ന് ചോദിച്ചു വാങ്ങാൻ ഏറ്റവും മനോഹരമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അനുഗ്രഹീതമായ ഒരവസ്ഥ നമുക്ക് പരിശുദ്ധ അമ്മ തരുന്നുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമുക്ക് കരങ്ങൾ നീട്ടാം. അമ്മയെ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു വിളി ഹൃദയത്തിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമ്മളെ സഹായിക്കും. അതിനാണല്ലോ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ അവസാന ഭാഗങ്ങളിൽ പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് അപേക്ഷിക്കാൻ വേണ്ടി ജീവിത സമയത്തും മരണസമയത്തും നമുക്ക് വേണ്ടി ഈ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെങ്കിൽ നിശ്ചയമായും ആ വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്ന അമ്മയുടെ കരങ്ങൾ പിടിച്ച് സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് വിശുദ്ധാത്മാക്കൾ എല്ലാവരും സ്വീകരിച്ച ഈ ഒരു അനുഗ്രഹം, ഈ ഒരു സഹായം നമുക്കും സ്വീകരിക്കാനായിട്ട് തയ്യാറാകാം. വാതിൽപ്പടിയിൽ, സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിൽ അമ്മയുണ്ട്. സഹായം ചോദിച്ച് നിത്യതയ്ക്ക് വേണ്ടിയുള്ള യാത്ര ഈ ഭൂമിയിൽ നമുക്ക് നന്നായി ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും, ഓരോ നിമിഷത്തെ യാത്രയും, ഓരോ നിമിഷത്തെ പ്രവൃത്തികളും മറിയമാകുന്ന ശക്തമായ സഹായത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് നമുക്കും ചെയ്യാം. വാതിൽപ്പടിയിൽ അവൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കട്ടെ. ആ വലിയൊരു അനുഗ്രഹം സ്വീകരിക്കാൻ നമ്മളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങൾ പിടിക്കട്ടെ. ആമേൻ. സകല ജനപദങ്ങളുടെയും നാഥയാണ് പരിശുദ്ധ അമ്മ. അതെ, കർത്താവിൻ്റെ പ്രിയപുത്രി, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ദാസി, എളിമയുടെയും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകയായ പരിശുദ്ധ അമ്മ. ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നരുളി ചെയ്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മ. അമ്മയോട് ചേർന്ന് ഈ ഗാനം പാടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ പ്രിയപുത്രി നീ, കർത്താവിൻ പ്രിയദാസിനി, കർത്താവിൻ മാതാവു നീ, കന്യാമറിയമേ സുസ്തി.
കർത്താവിൻ പ്രിയപുത്രി നീ, കർത്താവിൻ പ്രിയദാസിനി, കർത്താവിൻ മാതാവു നീ, കന്യാമറിയമേ സുസ്തി. കർത്താവിൻ പ്രിയപുത്രി നീ, കർത്താവിൻ പ്രിയദാസിനി, കർത്താവിൻ മാതാവു നീ, കന്യാമറിയമേ സുസ്തി. അമ്മേ, അമ്മ ഈ ലോകത്തിൻ്റെ ദീപമാണ്, പൊൻവിളക്കമാണ്, പൊന്നക്ഷത്രമാണ്. അമ്മയെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മക്കളായ ഞങ്ങളെല്ലാവരും ദീപങ്ങളായി, പൊൻവിളക്കായി സമൂഹത്തിലും കുടുംബത്തിലും ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. മണ്ണിതിൽ മക്കൾക്കെന്നും മഹനീയ മാതൃക നീ, മണ്ണിതിൽ മക്കൾക്കെന്നും മഹനീയ മാതൃക നീ, മാലാഖ വൃന്ദങ്ങൾക്കിന്നും മാണിക്യപ്പൊൻ താരം നീ, മാണിക്യപ്പൊൻ താരം നീ, മണ്ണിൻ മണിദീപം നീ, കർത്താവിൻ പ്രിയപുത്രി നീ, കർത്താവിൻ പ്രിയദാസിനി, കർത്താവിൻ മാതാവു നീ, കന്യാമറിയമേ സുസ്തി. അമ്മേ മാതാവേ, ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചവൾ അമ്മ മാത്രമാണ്. ഈ ഭൂമിയിലെ മക്കൾ പാപത്തിൻ്റെ അന്ധകാരത്തിൽപ്പെട്ടുഴലുമ്പോൾ വിശുദ്ധിയുടെ നിറദീപമായി നാളമായി അമ്മ ജീവിച്ചതുപോലെ ഞങ്ങളുടെ ഈ സമൂഹവും വിശുദ്ധിയുടെ പാതയിൽ ചരിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധി ഞങ്ങളിലേകും പനിനീർ സുമമല്ലോ നീ, പരിശുദ്ധി ഞങ്ങളിലേകും പനിനീർ സുമമല്ലോ നീ, പാപാന്തകാരം നീക്കും പാവന നിറദീപം നീ, പാവന നിറദീപം നീ, പീഡിതർക്കാശ്വാസം നീ, കർത്താവിൻ പ്രിയപുത്രി നീ, കർത്താവിൻ പ്രിയദാസിനി, കർത്താവിൻ മാതാവു നീ, കന്യാമറിയമേ സുസ്തി. കർത്താവിൻ പ്രിയപുത്രി നീ, കർത്താവിൻ പ്രിയദാസിനി, കർത്താവിൻ മാതാവു